തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് തിരുവനന്തപുരം നഗരസഭയിലെ സ്ഥാനാർത്ഥികൾ എല്ലാവരും. പട്ടം വാർഡിലെ ഇടത് സ്ഥാനാർത്ഥി തൃപ്തി രാജിനൊപ്പം എസ് ഷീജ ചേരുന്നുണ്ട്. നോക്കാം തൃപ്തി രാജിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. നമ്മൾ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് എല്ലായിടങ്ങളിലും, നാടും നഗരവും എല്ലാം തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ്. ഇപ്പോൾ ഞാനുള്ളത് പട്ടം വാർഡിലാണ്, തിരുവനന്തപുരം നഗരസഭയുടെ പട്ടം വാർഡിലാണ്. പട്ടം വാർഡിലെ LDF സ്ഥാനാർത്ഥി തൃപ്തിയാണ് നമ്മൾക്കൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ആവേശം? തെരഞ്ഞെടുപ്പ് ആവേശം ഉജ്ജ്വലമായിട്ട് മുന്നോട്ട് പോവുകയാണ്. രാവിലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. അതെ, സ്ഥാനാർത്ഥിയെ നിർണയിച്ചതിന് ശേഷം പിറ്റേ ദിവസം മുതൽ എന്നും രാവിലെയും രാത്രിയും ഉച്ചയ്ക്കുമെല്ലാം ഗൃഹസന്ദർശന പരിപാടിയുമായി LDF നേതാക്കളോടൊപ്പം വാർഡിന്റെ ഓരോ കോണിലും എത്തിച്ചേരുകയാണ്. എനിക്ക് തോന്നുന്നു നിയമ വിദ്യാർത്ഥിയാണ് അല്ലേ? അതെ, അവസാന വർഷ നിയമ വിദ്യാർത്ഥിനിയാണ്. ലോ അക്കാഡമിയിലാണ് പഠിക്കുന്നത്. ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ, തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ യുവാക്കൾക്ക് വലിയൊരു പ്രാധാന്യം LDF നൽകിയിട്ടുണ്ടല്ലോ. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? യുവജനത മത്സര രംഗത്തേക്ക് കടന്നു വരുന്നത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. നമ്മുടെ സമകാലിക രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും ഉൾക്കൊണ്ട് അവർക്ക് അവരുടേതായ ചിന്താഗതിയിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ പുതിയ തലമുറ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ മുതിർന്ന സഹാക്കളുടെ ഉപദേശവുമെല്ലാം ഉൾക്കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി നിരവധി വീടുകളിൽ ഇതിനകം തന്നെ കയറി ഇറങ്ങിയല്ലോ. അപ്പോൾ എങ്ങനെയാണ് എല്ലാവരുടെയും ഈ നഗരസഭയുടെ ഒരു ഭരണത്തെക്കുറിച്ചൊക്കെ അവരെന്താണ് പറയുന്നത്? നമ്മുടെ പട്ടം വാർഡിലെ ഓരോ കോണിലും എത്തിച്ചേരുമ്പോൾ എന്നെയും എന്റെ കൂടെ ഗൃഹസന്ദർശനം എത്തിച്ചേരുന്ന LDF സഹാക്കളെയും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള വികസനമാണ്, സമാനതകളില്ലാത്ത വികസനമാണ് പട്ടം വാർഡിൽ നടന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാർഡിന്റെ ഓരോ കോണിലും വികസനം എത്തിയിരിക്കുകയാണ്. ഏതാണ്ട് ഒരാഴ്ച 8 ദിവസമായി നമ്മൾ ഗൃഹസന്ദർശനത്തിനായി ഓരോ സ്ഥലത്തും എത്തിച്ചേരുന്നു. ഒരു വീട്ടിൽ നിന്ന് പോലും ബേസിക് ആയിട്ടുള്ള അമ്യൂണിറ്റീസ് ഇല്ല എന്നൊരു പരാതി കേട്ടിട്ടില്ല. അതായത് വെള്ളമില്ലെന്നോ രാത്രികാലങ്ങളിൽ വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ വെളിച്ചമില്ലാത്തൊരവസ്ഥയോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഒരാൾക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു കുഞ്ഞിടവഴി പോലും ടാർ ചെയ്ത് വൃത്തിയാക്കി സഞ്ചാരയോഗ്യമാക്കിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ വികസനം പട്ടംവാടിലുണ്ട്. ഇനി ഞാൻ വിജയിച്ചു വരുമ്പോൾ ഇവിടെ ഇന്ന വികസനം കൊണ്ടുവരാമെന്ന് എനിക്ക് പറയാനില്ല. പുതിയ കൂടുതൽ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്ലാനുകൾ മാത്രമേ മനസ്സിലുള്ളൂ. ഏതായാലും തൃപ്തിയുടേതായിട്ടുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനം, അത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലാണെങ്കിലും യുവജന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചതാണെങ്കിലും അതൊക്കെയുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത് ഡെപ്യൂട്ടി മേയർ PK രാജുവിന്റെ മകൾ കൂടിയാണ്. അതിന് എങ്ങനെയാണ് അച്ഛന്റെ ഒരു പ്രവർത്തനം ഈ വാർഡിൽ ഏത് രീതിയിലാണ് എന്നുള്ളതാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. അതിനൊപ്പം തന്നെ അച്ഛൻ കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായും. ടിപ്സ് ആയിട്ടൊന്നും അങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ കളങ്കമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനം കുഞ്ഞിനെ മുതലേ കണ്ടു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ നഗരസഭയുടെ ഓഫീസിൽ ഞായറാഴ്ച നഗരസഭ തുറക്കത്തില്ല. ബാക്കി എല്ലാ ദിവസങ്ങളിലും ഏത് അവധി ദിവസം വരുന്നാൽ പോലും പുള്ളിയുടെ കാര്യങ്ങൾ നമ്മുടെ സാധാരണക്കാരെ വിളിച്ചു വരുത്തി ഇങ്ങോട്ടാണ് വിളിക്കുന്നത്. പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്നവരെല്ലാവരും ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ കാര്യങ്ങൾ കേട്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പട്ടം വാർഡിലെ നിവാസികൾ ഇത്തവണയും ഇടതുപക്ഷത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുമെന്ന പൂർണ്ണമായ ആത്മവിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായും. അപ്പൊ നമ്മള് തൃപ്തിയെ പരിചയപ്പെടുത്തിയ സ്ഥിതിക്ക് ഏതായാലും ഡെപ്യൂട്ടിയെ, അങ്ങനെയാണ് ഇവിടെ എല്ലാവരും അറിയപ്പെടുന്നത്, വിളിക്കുന്നത്. അതായത് എനിക്ക് പേഴ്സണലി രാജു ചേട്ടൻ എന്നുള്ളൊരു ബന്ധമുണ്ട്. അതിനപ്പുറത്തേക്ക് ഡെപ്യൂട്ടി എന്ന് വിളിച്ചാൽ അവിടെ വാർഡിൽ എവിടെയും എല്ലായിടത്തും ഓടിയെത്തുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എങ്ങനെയാണ് ഈ അടുത്ത തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്നു? അപ്പോൾ എങ്ങനെയാണ് നിലവിലുള്ളൊരു കോർപ്പറേഷന്റെ ഒരു വിലയിരുത്തലൊക്കെ? 38 വർഷക്കാലം LDFന്റെ ഒരു സ്ഥാനാർത്ഥിനെയും വിജയിച്ചിട്ടില്ല, ഒരാളും വിജയിച്ചിട്ടില്ല. 38 വർഷക്കാലമായി UDFന്റെയും BJPയുടെ കയ്യിലായിരുന്നു. ഞാൻ വന്ന് ജയിച്ചു. 1300 വോട്ടിനാണ് വിജയിച്ചത്. എന്നെ ഏൽപ്പിച്ച ജോലി വളരെ ഭദ്രമായി തന്നെ 100% ഞാൻ അത് പൂർത്തീകരിച്ച് ജനങ്ങളോടൊപ്പം നിന്നു എന്നുള്ളതൊരു സത്യമാണ്. ജനപ്രതിനിധി എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും സംസാരിക്കുന്നത്, യജമാൻ ആരാണെന്ന് ചോദിച്ചാൽ വോട്ടർമാരാണ് യജമാൻ. നമ്മളെല്ലാം സേവകരാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 140 നിയോജക മണ്ഡലത്തിലും തലസ്ഥാന നഗരിയായിട്ടുള്ള സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരി എന്നുള്ള ശ്രീമതി ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ 5562 കോടി 80 ലക്ഷം രൂപയുടെ വികസനമാണ് നടത്തിയിട്ടുള്ളത്. ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി അറിയില്ല. തൃപ്തിയുടെ ഒരു പ്രവർത്തനം ഏത് രീതിയിലായിരുന്നു ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുന്നത് വരെ? ശ്രീ PK രാജു പറഞ്ഞതുപോലെ ഞാൻ കുഞ്ഞിലെ ബാലവേദിയിലും ASFലും AYFലും നമ്മുടെ ഇടതുപക്ഷത്തോടും ഒക്കെ ചേർന്ന് പ്രവർത്തിച്ചു വന്നതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു സഖാവാണ്. നിരവധി അവകാശ പോരാട്ടങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്.
മറ്റ് രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കളുടെ മക്കളെ പോലെ മറ്റേ ദന്തഗോപുരത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പെട്ടെന്ന് വലിയ സ്ഥാനമാനങ്ങളിൽ ഇരുന്നൊരു വ്യക്തിയല്ല. കുഞ്ഞിലെ പാർട്ടിയുടെ പാർട്ടിക്കൊരു ചട്ടക്കൂടുണ്ടല്ലോ, ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് അതിന്റെ എല്ലാ കാര്യങ്ങളും അതിന്റെ ബേസിക്കായിട്ട് നമ്മൾ പ്രവർത്തിക്കും. സഹാക്കളുടെ ഒരു പ്രവർത്തനമുണ്ടല്ലോ നമുക്ക്, ആ ബേസിലുള്ള തൊട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് വളരെ ബുദ്ധിമുട്ടി ഒരു സഖാവ് നമ്മളൊരു പാർട്ടി രാഷ്ട്രീയ പ്രവർത്തക അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രവർത്തനമുണ്ടല്ലോ, അതെല്ലാം അനുഭവിച്ച് അതിന്റെ എല്ലാ വേരുകളിലൂടെയും കടന്നുപോയിട്ട് ഒരു സഖാവായ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഈ സ്ഥാനാർത്ഥിത്വം തീർച്ചയായും ഞാൻ അവകാശപ്പെടുന്നുണ്ട് എന്നാണ് എനിക്ക് എന്റെ തീർച്ചയായും. അപ്പോൾ ഏതായാലും എല്ലാവിധ ആശംസകളും. ഏതായാലും ഈ വാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയിപ്പോ അവസാന ലാപ്പാണ്, അപ്പൊ അതിന്റെ ഒരു ആവേശം ഇരട്ടിയായിരിക്കുമല്ലോ. അതെ, ഇങ്ങനെ ഇനി ഏതാണ്ട് 3 ആഴ്ച ഇല്ലെന്ന് തോന്നുന്നു ഇനി തെരഞ്ഞെടുപ്പിന്റെ ഡിസംബർ 9-ാം തീയതി എത്താൻ വേണ്ടി. അതുകൊണ്ട് തന്നെ തീർത്തും ആവേശത്തിലാണ് LDFന്റെ സഹാക്കളും സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനും എല്ലാം. എല്ലാവിധ ആശംസകളും. നന്ദി. തീർച്ചയായും ഈ രീതിയിൽ തന്നെയാണ് എല്ലാ ഇടങ്ങളിലും സ്ഥാനാർത്ഥികൾ വലിയ ആവേശത്തിൽ തന്നെയാണ്. കാരണം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഡിസംബർ 9-നാണ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ആ ആവേശം ഇരട്ടിയാകുന്നു എന്നുള്ളത് തന്നെയാണ് സ്ഥാനാർത്ഥികളിൽ നിന്നും LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തകരിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്.